ഈ ലോകമെന്ന മഹാസമുദ്രം ഒറ്റയ്ക്ക് നീന്തിക്കടക്കാൻ ഞാൻ ശ്രമിച്ചാൽ തിരമാലകൾ തീർച്ചയായും എന്നെ വിഴുങ്ങിക്കളയും. ജീവൻ നിലനിർത്തുന്നതിനായി മരം കൊണ്ടുണ്ടാക്കിയ ഒരു കപ്പലിൽ ഞാൻ കയറണം. ആ മരം ക്രിസ്തുവിൻ്റെ കുരിശാണ്. തീർച്ചയായും കപ്പലിലായിരിക്കുമ്പോൾ പോലും ഈ ലോകമെന്ന കടലിൽ നിന്നുള്ള അപകടകരമായ കൊടുങ്കാറ്റും പ്രതിസന്ധികളും ഉണ്ടാകാം. എന്നാൽ കപ്പലിൽ തന്നെ തുടരാനും നിത്യജീവൻ എന്ന തുറമുഖത്ത് സുരക്ഷിതമായി എത്തിച്ചേരാനും ദൈവം എന്നെ സഹായിക്കും. വചനയാത്രയിലൂടെ ക്രിസ്തുവിനെ അനുഭവിച്ചറിയുന്ന പ്രിയ ശ്രോതാക്കളെ, ഇന്ന് സഭാമാതാവ് നമുക്ക് വിചിന്തനത്തിന് നൽകിയിരിക്കുന്ന വചനഭാഗം മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 14-ാം അധ്യായം 22 മുതൽ 36 വരെയുള്ള വചനഭാഗങ്ങളാണ്. ക്രിസ്തു കടലിന് മീതെ നടക്കുന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നാം ധ്യാനിക്കുക. ക്രിസ്തു വെള്ളത്തിന് മീതെ നടക്കുന്നതിനെ കുറിച്ചുള്ള അഗസ്ത്യൂനിയോസ് പുണ്യാളൻ്റെ വിചിന്തനമാണ് നാം ആരംഭത്തിൽ ശ്രവിച്ചത്. ക്രിസ്തു വെള്ളത്തിന് മീതെ നടക്കുന്നത് തിബേരിയാസ് കടൽ, ഗനേസറത്ത് തടാകം എന്നറിയപ്പെടുന്ന ഗലീലി കടലിലാണ്. സാധാരണഗതിയിൽ ഈ കടലിലെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? വെള്ളത്തിൽ നടക്കാൻ പറ്റുന്ന രീതിയിൽ മനുഷ്യ ശരീരത്തിലെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചാണ് നാം ചർച്ച ചെയ്യുക. മനുഷ്യർക്ക് ഇത് അസാധ്യമാണ്, എന്നാൽ ദൈവത്തിനെല്ലാം സാധ്യമാണ് എന്നതായിരിക്കും എല്ലാ ചർച്ചകളുടെയും അവസാനം. അതുകൊണ്ടാണ് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ അവസാനം വഞ്ചിയിലായിരുന്നവർ അവനെ ആരാധിച്ചുകൊണ്ട് നീ സത്യമായും ദൈവപുത്രനാണ് എന്ന് ഏറ്റുപറഞ്ഞത്. ഈ ദൈവപുത്രനായ ക്രിസ്തുവിൽ നാം എപ്രകാരം വിശ്വസിക്കണമെന്ന് ഇന്നത്തെ സുവിശേഷം പറഞ്ഞു വെക്കുകയാണ്. കൊടുങ്കാറ്റുകളും തിരമാലകളുമില്ലാത്ത മനുഷ്യ ജീവിതമില്ല. എല്ലാ മനുഷ്യരുടെയും ജീവിതങ്ങളിൽ സാമ്പത്തിക തകർച്ചകളും രോഗത്തിൻ്റെ ബന്ധനങ്ങളും സമാധാനമില്ലാത്ത അവസ്ഥകളും മക്കളുടെ ഭാവിയിലെ വിള്ളലുകളും പ്രാർത്ഥനയുടെ പോരായ്മകളുമുണ്ട്. എന്നാൽ ഈ സാഹചര്യങ്ങളിലെല്ലാം ക്രിസ്തുവിനെ നോക്കി ക്രിസ്തുവിൽ പ്രത്യാശ അർപ്പിച്ച് ജീവിക്കുവാൻ നാം ക്ഷണിക്കപ്പെടുകയാണ്. ശക്തമായ കൊടുങ്കാറ്റിൻ്റെയും തിരമാലകളുടെയും നടുവിലും ക്രിസ്തുവിനെ നോക്കി നടന്നപ്പോൾ അവയെല്ലാം നിസ്സാരം പോലെ ചവിട്ടിമെതിക്കുവാൻ പത്രോസിന് സാധിച്ചു. എന്നാൽ എപ്പോഴാണോ ക്രിസ്തുവിൽ നിന്ന് ദൃഷ്ടി അകറ്റി ക്രിസ്തുവിൽ ആശ്രയിക്കാതെ സ്വന്തം നഗ്ന നേത്രങ്ങൾ കൊണ്ട് തിരമാലകളെയും കൊടുങ്കാറ്റിനെയും വീക്ഷിക്കുവാൻ അവൻ ആരംഭിച്ചത്, അപ്പോൾ അവൻ മുങ്ങിത്താഴുവാൻ തുടങ്ങുകയായിരുന്നു. നമ്മുടെ ജീവിതങ്ങളിലും ഈ യാഥാർത്ഥ്യം നാം മറന്നു പോകരുത്. ക്രിസ്തുവിൽ പൂർണ്ണമായി വിശ്വസിച്ച് പ്രാർത്ഥനയിൽ ആഴപ്പെട്ട് ക്രിസ്തുവാണ് എൻ്റെ ഏക ആശ്രയം എന്ന് ജീവിക്കുന്നവർക്ക് ജീവിതത്തിൽ ഏത് തകർച്ചകളെയും അതിജീവിക്കുവാൻ സാധിക്കും. പുറപ്പാടിൻ്റെ പുസ്തകം 14-ാം അധ്യായം 14-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, കർത്താവ് നിങ്ങൾക്കായി പൊരുതിക്കൊള്ളും, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. എന്നാൽ മനുഷ്യരായി നമുക്ക് പലപ്പോഴും ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുവാൻ സാധിക്കാറില്ല. നാം ദൈവത്തോട് പല ആവശ്യങ്ങൾക്കായി പ്രാർത്ഥിക്കാറുണ്ട്. തകർച്ചകളിൽ, ബുദ്ധിമുട്ടുകളിൽ ആശ്വാസത്തിനായി, സമാധാനത്തിനായി, സാമ്പത്തിക അഭിവൃദ്ധിക്കായി, അനുഗ്രഹത്തിനായി ദൈവത്തോട് യാചിക്കാറുണ്ട്. എന്നാൽ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുവാനോ ആശ്രയിക്കുവാനോ ദൈവ അനുഗ്രഹത്തിനായി, ദൈവത്തിൻ്റെ ഇടപെടലിനായി ക്ഷമയോടെ കാത്തിരിക്കുവാനോ സാധിക്കാതെ ഈ ലോകത്തിൻ്റെതായ ക്ഷണികമായ ആശ്വാസങ്ങളിലും സുഖങ്ങളിലും നാം മുഴുകിപ്പോകാറുണ്ട്. ആകയാൽ ദൈവത്തിനെല്ലാം സാധ്യമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 26-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്, മനുഷ്യർക്ക് ഇത് അസാധ്യമാണ്, എന്നാൽ ദൈവത്തിന് എല്ലാം സാധ്യമാണ്. അപ്രകാരം ദൈവത്തിനെല്ലാം സാധ്യമാണ്, ദൈവത്തോടൊപ്പം എല്ലാം സാധ്യമാണ് എന്ന ബോധ്യത്തോടെ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുവാനായിട്ടുള്ള കൃപയ്ക്കായി നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ.